നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നെഹെമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലുള്ള സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ മാത്രം യഹോവയാകുന്നു. ആമേൻ. നമ്മുടെ ദൈവം അവൻ മാത്രമാണ് ദൈവമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെന്ന് പേരുള്ള അനേകരുണ്ടെങ്കിലും ആമേൻ, നമുക്കറിയാം ഏക ദൈവം സകലത്തെയും ഉണ്ടാക്കിയവനാണ്. അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഹീ ഈസ് അവർ മേക്കർ, ഹീ ഈസ് അവർ സസ്റ്റീനർ. അവൻ നമ്മെ ഉണ്ടാക്കിയവനും നമ്മെ പരിപാലിക്കുന്നവനുമായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ പരിപാലനം കഴിഞ്ഞ നാളുകളിൽ അനുഭവിപ്പാൻ ഇടയായിട്ടില്ലേ? നാം തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ നാം ഇരിക്കുന്നത് ദൈവം നമ്മെ നടത്തിയ ആമേന വഴികൾ ശ്രേഷ്ഠമായത് കൊണ്ടാണ്. നിശ്ചയമായും എനിക്കും അതേ പറയുവാനുള്ളൂ. ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുന്നെങ്കിൽ കർത്താവ് നടത്തിയ വിധങ്ങൾ അത്ര ശ്രേഷ്ഠമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം നമ്മെ പരിപാലിക്കുന്ന വിധങ്ങളെക്കുറിച്ച് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഞാൻ അധികമായിട്ടൊന്നും പറയുവാനുള്ള സമയം എൻ്റെ മുമ്പാകെ ഇല്ല. എൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെ അനേക കാര്യങ്ങൾ കർത്താവിൻ്റെ കരുതലിനുള്ള ബന്ധത്തിൽ പറയുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, ദൈവദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ആരും നമുക്ക് വേണ്ടി കരുതുന്നില്ല എന്ന് നാം ചിന്തിച്ചാലും എനിക്ക് വേണ്ടി കരുതുവാൻ ലോകത്തിൽ ആരുമില്ല എന്ന് ആമേൻ നിങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയുണ്ടായാലും നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട്. അവൻ മറ്റാരുമല്ല, നമ്മുടെ സൃഷ്ടാവ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, കരയുന്ന കാക്ക കുഞ്ഞിനും അതിൻ്റെ തീൻ എത്തിച്ച് കൊടുക്കുന്നവൻ ആര്? ദൈവത്തിന് സ്തോത്രം. ആമേ. സ്വർഗത്തിലെ ദൂത സൈന്യം, കോടാനുകൂടി ദൂത സഞ്ചയം, ആമേ, രണ്ട് ചിറക് കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്നാർത്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ നടുവിലും ഒരു കാക്ക കുഞ്ഞതിൻ്റെ ആഹാരം ദൈവത്തോട് ചോദിച്ചാൽ അത് എത്തിച്ചു കൊടുക്കാൻ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നെങ്കിൽ അത് വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് സ്വർഗത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു എന്ന് അവിടെ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയും. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, ദൈവദൂതർ സൈന്യം നിന്നെ നമിക്കുന്നു പരിശുദ്ധ, ദോഷികളാം ഞങ്ങൾ അതിന് എന്തുള്ളൂ, ഓർത്താൽ നിന്റെ നാമം ചൊല്ലിയിടാനും പോരായേ എന്ന് ഒരു വളരെ ആമി പ്രസിദ്ധമായ പഴയ ഒരു പാട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സൈന്യം ദൈവത്തെ നമസ്കരിക്കുമ്പോൾ നമുക്ക് അവനെ സ്തുതിപ്പാൻ എന്ത് യോഗ്യതയാണുള്ളത്? പ്രൈസ് ഗോഡ്. ഒരു യോഗ്യതയില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാൻ അവൻ നമ്മെ വീണ്ടെടുത്തല്ലോ, നമ്മെ തിരഞ്ഞെടുത്തല്ലോ. ആയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകം തന്നെ 9-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചാട്ട് ദയവായി പ്ലീസ്. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദേ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവനെ അബ്രഹാമിന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, യെബൂസ്യർ, ഗിർഗസ്യർ എന്നിവരുടെ ദേശം കൊടുക്കും, അവന്റെ സന്തതി തന്നെ കൊടുക്കും എന്ന് നീ അവനോട് ഒരു നിയമം ചെയ്തു. നീ നീതിമാനായിരിക്കാൽ നിന്റെ വചനങ്ങളെ നിവർത്തിച്ചും ഇരിക്കുന്നു. മിസ്രയീമിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡയെ നീ കാണുകയും ചെങ്കടലിന്റെ അരികെ വെച്ച് അവരുടെ നിലവിളിയെ കേൾക്കുകയും ഫറവോനിലും അവന്റെ സകല ദാസന്മാരിലും അവന്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു. അവർ അവരോട് ഡംബം കാണിച്ചത് നീ അറിഞ്ഞു വന്നല്ലോ. മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ, ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ആമേൻ ദൈവത്തെ ആരാധിച്ച വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആമേൻ അതേ സെഷനിലൊക്കെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണമിടയായി.
ആദ്യത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ നമ്മുടെ ജനറൽ പ്രസിഡന്റ് ഭാഗം ഓർപ്പിച്ച് അത് പ്രസംഗിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു മാതൃക ആരാധനയോടുള്ള ബന്ധത്തിൽ അബ്രഹാമിൻ്റെ ആരാധനയിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് അബ്രഹാം യാഗം കഴിക്കുവാൻ പോകുന്ന ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ദൈവത്തെ ആരാധിച്ചിട്ട് ഞാനും ബാലനും മടങ്ങി വരാമെന്ന് അബ്രഹാം ഭൃത്യന്മാരോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകുന്ന അബ്രഹാം ഹല്ലേലൂയ അവൻ പോകുന്നതിന് മുമ്പേ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് തീയും കത്തിയും വിറകും ഒക്കെ എടുത്ത് അവർ പോകുന്ന ആ യാത്ര നമ്മൾ കാണുന്നുണ്ട്. അവർ ഇരുവരും ഒന്നിച്ച് നടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്, ആരാധനയിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, ആരാധനയിൽ ഒരു കോഓപ്പറേഷൻ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ 3 ഭാഗങ്ങൾ നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, ചില ഒരുക്കങ്ങളുണ്ട് ആരാധനയിൽ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ നാം കടന്നു വരണം. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിയെല്ലാം മാറ്റി ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയണം. സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമക്കൾ കടന്നു വരണം. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതും അതാണ്. അതിന് മുമ്പെയുള്ള വാക്യങ്ങൾ ഈ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവർ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേട്ടു. ഒരു യാമത്തോളം അവർ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും ഒരു യാമത്തോളം അവർ പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്തു എന്നാണ് നമുക്കിവിടെ വായിപ്പാൻ തക്കോണം കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എ ക്വാർട്ടർ ഓഫ് ദ ഡേ എന്നാണ് ഒരു യാമത്തെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മണിക്കൂർ അവർ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേട്ടു. അത് മാത്രമല്ല ഏകദേശം 3 മണിക്കൂറോളം അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കരയുവാൻ ഇടയായി തീർന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കരയുന്നവനാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ആരാധിക്കുന്നവൻ സാധാരണക്കാരനല്ല. മുമ്പേ നാം കേട്ടതുപോലെ അവൻ പരിശുദ്ധനായ ദൈവമാണ്. സ്വർഗത്തിലെ സറാഫുകൾ ഹല്ലേലൂയ ഒരുവനോടൊരുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം ആരാധിക്കുന്ന ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ഒരുക്കത്തോടെയാണ് അബ്രഹാം ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുന്നത്. ഒരു വേർപാടോടെ ആരാധനയ്ക്ക് കടന്നു പോകുന്നു. ഒരുമയോടെ ആരാധനയ്ക്ക് കടന്നു പോകുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കോണം കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയും ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പ്രിവിലേജ് ആണ് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗത്ത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? അവൻ അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നു? because God has chosen us. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നാം അവനെ ആരാധിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റ് ജീവജാലങ്ങളോ മറ്റുള്ളതൊക്കെയും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, അവർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, അവരെ തെരഞ്ഞെടുത്തത് കൊണ്ടൊന്നുമല്ല. എന്നാൽ ദൈവമക്കൾക്ക് ഒരു പ്രിവിലേജാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ള വലിയ പ്രിവിലേജാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനം നമ്മളിങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം അതിന് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന 1-2 ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. അതിന് 27 മുതൽ ഉള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ പ്ലീസ്. 1 കൊരിന്ത്യർ 1:27 മുതൽ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്തത് ബലമില്ലാത്തതും ഭോഷത്വമായതും കുലഹീനമായതും ഒക്കെ ആണെന്നാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജ്ഞാനികളായതുകൊണ്ടല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രേഷ്ഠരായതുകൊണ്ടല്ല, നമ്മുടെ കുലമഹിമ കൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെയോ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അവൻ നമ്മെ തെരഞ്ഞെടുത്ത ദൈവമാണ്. ഹല്ലേലൂയ. പോഷന്മാരായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ ബലഹീനരായിരുന്നപ്പോൾ, കുലഹീനരായിരുന്നപ്പോൾ, ഒന്നുമില്ലാത്ത അവസ്ഥയിലും നമ്മെ തെരഞ്ഞെടുത്ത ദൈവമാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലുമൊക്കെ നാം ആണെന്ന് ഇപ്പോൾ ചിന്തയുണ്ടെങ്കിൽ
ആമേൻ, അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ആക്കിയത് കൊണ്ടാണ് നാം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപ നാം ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ മൗനമായിരിക്കാൻ തക്കോണം കഴിയും. ഹല്ലേലൂയ. ജ്ഞാനമുള്ളതും ബലമുള്ളതും ഹല്ലേലൂയ ശ്രേഷ്ഠതയുള്ളതും ഒക്കെ മാറി നിൽക്കുമ്പോൾ കുലഹീനമായതിനെയും ബലഹീനമായതിനെയും പോഷത്വമായതിനെയും ഒക്കെ തിരഞ്ഞെടുത്ത ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയയില്ല. നാം അവനെ ആരാധിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അബ്രഹാമിനെ തെരഞ്ഞെടുത്ത ദൈവം അബ്രഹാം എന്നുള്ളവൻ്റെ പേര് മാറ്റി അവൻ അബ്രഹാം എന്ന് പേരിട്ടു എന്നാണ്. അവൻ്റെ പേര് മാറ്റിയെന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെയും പേരൊക്കെ കർത്താവ് മാറ്റിയതാ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പാപികളും ദോഷികളുമായിരുന്നു നമ്മെ. ആമേൻ. ലോകത്തിൽ ആമേൻ ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമ്മെ. ഹല്ലേലൂയ. ലോകത്തിൽ അന്യരായിരുന്ന നമ്മെ. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നവരും ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരുമായിരുന്നു നമ്മെ. ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നിന്നൊക്കെ വിടുവിച്ച ദൈവം അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമമെന്ന് നാം പാടുന്ന പോലെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പേര് മാറ്റിയത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ പേര് മാറ്റി അവൻ അബ്രഹാം എന്ന് പേരിട്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ പേരുകളൊക്കെ മാറ്റുന്നവനാണ്. നമുക്കറിയാം. ഹല്ലേലൂയ. ബെന്യാമീന്റെ ജനന സമയത്ത് അവൻ്റെ മാതാവ് ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. വേദനയോടെ അവളൊരു മകനെ പ്രസവിക്കുമ്പോൾ സൂതികർമ്മിണി പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ അവളുടെ ആ മകൻ്റെ ആ ജനനത്തിങ്കൽ തന്നെ അവൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ആമേൻ. അവൾ മരിക്കും മുമ്പേ ആ മകൻ അവളൊരു പേര് വിളിച്ചു. ബനോനി എന്ന് പേര് വിളിച്ചിട്ടാണ് അവൾ മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം വായിക്കുന്നു അവൻ്റെ അപ്പന് അവൻ്റെ പേരൊന്ന് മാറ്റി. ദൈവത്തിന് സ്തോത്രം. അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ പരലും ലോകത്തിൽ ദുഃഖത്തിൻ്റെ പുത്രന്മാരായിരുന്നു. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവാണ് നമ്മുടെ പേര് മാറ്റി നമ്മെ സന്തോഷത്തിൻ്റെ പുത്രന്മാർ ാക്കി തീർത്തത് എന്നുള്ളത് ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അവൻ നമ്മുടെ പേര് മാറ്റിയവനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, നാം വായിച്ച ഭാഗത്ത് അവിടെ നമ്മൾ വായിക്കുന്ന അബ്രഹാമുമായി ദൈവം ഒരു നിയമം ചെയ്തു. ആമേൻ. അതിന് മുമ്പിൽ നമ്മൾ വായിക്കുന്നു, അവൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ളതായി കണ്ടു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതങ്ങളെ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മറ്റുള്ളവർക്ക് നമ്മളെ അറിയത്തില്ല, പക്ഷെ ദൈവത്തിന് നിന്നെ അറിയാം. നിന്റെ ഹൃദയത്തെ ദൈവത്തിന് അറിയാം. നിന്റെ അവസ്ഥയെ ദൈവത്തിന് അറിയാം. നിന്റെ സങ്കടത്തെ ദൈവത്തിന് അറിയാം. ദൈവത്തോടുള്ള നിന്റെ വിശ്വസ്തത ദൈവത്തിന് അറിയാം. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ ഈ കൺവെൻഷനിൽ നീ കടന്നു വന്നെങ്കിൽ ഹല്ലേലൂയ, നീ ദൈവമായിട്ടുള്ള നിന്റെ ബന്ധം അതുപോലെയാണ് എന്നുള്ളത് ദൈവത്തിന് അറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നേരുള്ള ഹൃദയമുള്ളവൻ, വിശ്വസ്തതയുള്ള ഹൃദയമുള്ളവനെ സ്നേഹിക്കും ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിന്റെ ഹൃദയത്തെ കണ്ടു. അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ളതെന്ന് കണ്ടു. അത് മാത്രമല്ല, ആമേൻ, അവനുമായി ദൈവം ഒരു നിയമം ചെയ്തെന്ന നമ്മളും ദൈവമായ ഒരു നിയമമുണ്ട്. ദൈവത്തിന് സ്തോത്രം ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീരെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന 50-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നെങ്കിൽ നമ്മൾ കർത്താവുമായി ഒരു നിയമം ചെയ്തവരാണ്. അങ്ങനെയുള്ളവരാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്നുമല്ല ഈ പന്തലിൽ കടന്നു വന്നിരിക്കുന്നത്. ഇതിലെ പോകുന്നവരെല്ലാം ഒന്നുമല്ല. ഇവിടെ വന്നിരിക്കുന്നവർ എനിക്കറിയാം. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത ദൈവമക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പേര് മാറ്റിയ ജീവിതങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആമേൻ. ദൈവം ഹല്ലേലൂയ വിശ്വസ്തരെന്ന് കണ്ടവരാണ് ഈ പന്തലിൽ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമായൊരു നിയമം ചെയ്തവരാണ് ഈ പന്തലിനുള്ളിൽ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമായി നമുക്കൊരു നിയമം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ ഹല്ലേലൂയ വിളിക്കുന്ന ഒരു സമയമുണ്ട്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീരെന്ന് പറയുമ്പോൾ നമ്മൾ അവൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. ആ പ്രത്യാശയുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇവിടെ ഇരിക്കുന്ന മാത്രമൊന്നും അല്ലല്ലോ, ഇതല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് സ്തോത്ര ഹോപ്പ് എന്ന് പറയുന്നത്. ഇതിനപ്പുറമായി നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് അവന്റെ മുഖം കണ്ട് അവനെ ആരാധിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്നുള്ളത് കൂടെ നമ്മൾ ഓർത്തുകൊള്ളുക. ആമേൻ. ചെറിയൊരു കഥ നിങ്ങളോട് പറയാം. അതൊരു കഥയാണ്, നിങ്ങളും വായിച്ചിട്ടുള്ളതായിരിക്കാം, ഞാനും വായിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ ആമേൻ ജീവജാലങ്ങളെല്ലാം കൂടെ ഇരുമ്പിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞെന്നാ പറയുന്നത്. ഇരുമ്പ് വലിയ ശക്തനാണ്. ആമേൻ സ്തോത്രം. ഇരുമ്പിനോട് പറഞ്ഞു, ആമേൻ നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കണം, കാരണം നീയാണ് ഏറ്റവും ശക്തൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇരുമ്പ് പറഞ്ഞെന്നാ പറയുന്നത്, ഞാൻ ആമേൻ അത്ര ശക്തനൊന്നുമല്ല, തീയാണ് ശക്തൻ, കാരണം എന്നെ തീയിലിട്ടാൽ ഞാൻ ഉരുകിപ്പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജീവജാലങ്ങളെല്ലാം കൂടെ തീയുടെ അടുക്കൽ ചെന്ന് തീയോട് പറഞ്ഞു, നീയാണ് ശക്തൻ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കണം. അപ്പോൾ തീ പറഞ്ഞു, ഞാനല്ല, ആമേൻ വെള്ളമാണ് ശക്തൻ. ആമേൻ എത്ര എത്ര ശക്തിയായി ഞങ്ങൾ കത്തിയാലും വെള്ളം ഒഴിക്കുമ്പോൾ ഞങ്ങൾ കെട്ടുപോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജീവജാലങ്ങളെല്ലാം കൂടെ വെള്ളത്തിൻ്റെ അടുക്കൽ ചെന്ന വെള്ളത്തോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കണം, നീയാണ് ശക്തൻ. ദൈവത്തിന് സ്തോത്രം. വെള്ളം പറഞ്ഞ്, ഞാനല്ല, ആമേൻ ഞാൻ എത്ര സ്തോത്രം അതേ മഴയായി ഇത്ര ശക്തിയോടെ പെയ്തിറങ്ങുമ്പോഴും ഒരു കാറ്റടിച്ചാൽ ഞാൻ പാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കാറ്റാണ് ശക്തൻ. അപ്പോൾ കാറ്റിൻ്റെ അടുക്കൽ ജീവജാലങ്ങളെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു, നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കണം, നീയാണ് ശക്തൻ. അപ്പോൾ കാറ്റ് പറഞ്ഞു, ഞാനല്ല, ഞാൻ എത്ര ശക്തിയോടെ ആഞ്ഞു വീശിയാലും മലകളുണ്ട്, വലിയ മലകളുണ്ട്, എന്നെ തടഞ്ഞു നിർത്തുന്ന മലകളുണ്ട്, അതുകൊണ്ട് മലയാണ് ശക്തൻ. മലയുടെ അടുക്കൽ ചെന്നിട്ട് ജീവജാലങ്ങളോട് പറഞ്ഞെന്നാ പറയുന്നത്, നീയാണ് ശക്തൻ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കണം. അപ്പോൾ മല പറഞ്ഞു പോലും, ദൈവത്തിന് സ്തോത്രം, ഞാനല്ല ശക്തൻ. ഹല്ലേലൂയ. ഞാൻ എത്ര ഉയർന്നു നിന്നാലും എത്ര ബലത്തോടെ നിന്നാലും ആമേൻ മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല. അവൻ എന്നെ സ്തോത്രം കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവജാലങ്ങളെല്ലാം കൂടെ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീയാണ് ശക്തൻ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കണം. അപ്പോൾ ആമേൻ മനുഷ്യൻ പറഞ്ഞു, ഞാനല്ല, സ്തോത്രം, എനിക്ക് ഈ ഭൂമിയിൽ അധികം നാളൊന്നും ജീവിക്കാൻ കഴിയില്ല. ഏറെയായാൽ 70 അല്ലെങ്കിൽ 80, അത് കഴിഞ്ഞ് മരണം എന്നെ കീഴ്പ്പെടുത്തും, അതുകൊണ്ട് മരണമാണ് ശക്തൻ. സ്തോത്രം. അപ്പോൾ ജീവജാലങ്ങൾ മരണത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കണം, കാരണം നീയാണ് ശക്തൻ. മരണം പറഞ്ഞ്, ഇതുവരെയും ഞാനും അങ്ങനെയാണ് നേരത്തെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്നെ തോൽപ്പിച്ച് കളഞ്ഞ ഒരുവനുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ്റെ പേര് നസ്രേനായ യേശു എന്നാണ്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഹല്ലേലൂയ. അവൻ മാത്രമാണ് സർവശക്തൻ, അവൻ മാത്രമാണ് ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പൈതങ്ങളെ, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം, ഹല്ലേലൂയ, അവൻ സാധാരണക്കാരനല്ല. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ഹല്ലേലൂയ. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ നമ്മുടെ സൃഷ്ടാവാണ്. അവൻ നമ്മുടെ രക്ഷിതാവാണ്. അവൻ നമ്മുടെ പ്രൊവൈഡറാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ നമ്മോടുകൂടെ ഇരിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ വേദനകളിലേക്ക് അനുഭവങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. നിശ്ചയമാണ്, മനുഷ്യ ജീവിതമല്ലേ, പലപ്പോഴും പല പ്രയാസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വടക്കേ ഇന്ത്യയിൽ നിന്നും UK-യിലേക്ക് യൂറോപ്പിലേക്ക് കടന്നു പോകുമ്പോൾ UK-യിൽ ചെന്ന് ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് ഞാൻ ചിന്തിച്ച ഒരു സമയമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം എനിക്ക് ആരെയും അറിയത്തില്ല. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞാനിവിടെ കടന്നുപോയത്. അവിടെ എങ്ങനെ ഞാൻ പാർക്കുന്ന സിറ്റിയിൽ അധികം മലയാളികളൊന്നുമില്ല. മലയാളികൾ ഉണ്ടെങ്കിൽ തന്നെ വിശ്വാസികളായിട്ടാരുമില്ല. എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്, എന്തിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നത് എന്നൊക്കെ എൻ്റെ ഹൃദയത്തിൽ വേദനിക്കുകയും ചിന്തിക്കുകയും ചെയ്ത സമയങ്ങളുണ്ട്. അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ചുണർത്തി വചനവിധാൻ. ദൈവത്തിന് സ്തോത്രം. ശമരിയ പട്ടണത്തിൽ ശക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഫിലിപ്പോസിനെ നിർജ്ജന സ്ഥലത്തേക്ക് കൊണ്ടുപോയ ദൈവമാണ് നിന്റെ ദൈവം. ദൈവത്തിന് സ്തോത്രം. നിർജ്ജന
സ്ഥലത്തും ആമേൻ ദൈവത്തിന് പ്രവൃത്തിയുണ്ട്. അവിടെയും ആത്മാക്കളെ നേടുവാനുണ്ട്, അവിടെയും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ നിന്റെ ഹിതം എന്താണെന്ന് എന്നെ അറിയിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ എവിടെയാണ് ആരാധനയ്ക്ക് പോകേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. ആമേൻ. ചില മൈലുകൾ ദൂരെയുള്ള മറ്റൊരു പട്ടണത്തിൽ ആമേൻ ചെന്ന ആ ആഴ്ചയിലെ ഞായറാഴ്ചയിൽ അവിടെയുള്ള ദൈവദാസൻ എന്നെ ആരാധനയ്ക്കായി ക്ഷണിച്ചു. ആമേൻ. ഞാൻ അവിടെ കടന്നു ചെന്നു, സൂക്ഷിപ്പാൻ സമയം തന്നു, അവിടെ ശുശ്രൂഷിച്ചു, സന്തോഷത്തോടെ മടങ്ങിപ്പോന്നു. പോരുന്ന വഴിയിൽ എൻ്റെ ചിന്ത ഇതാണ്, അടുത്ത ആഴ്ചയിൽ ഞാൻ എങ്ങോട്ടെ ആരാധന പോകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു സ്തോത്രം പെന്തക്കോസ്ത് ചർച്ച് ഞാൻ കണ്ടു. ആമേൻ. ആ ചർച്ചിൻ്റെ മുമ്പിൽ ചെന്ന് ഞാനും എൻ്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളുമായി ഇങ്ങനെ നടന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് അതിൻ്റെ ബോർഡൊക്കെ നോക്കി എങ്ങനെയും സ്തോത്രം എപ്പോഴാണ് ഇതിൻ്റെ സമയമെന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പാസ്റ്റർ അകത്ത് ഇരുന്ന് കാണുകയായിരുന്നു. അദ്ദേഹം വെളിയിലേക്ക് വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നോക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നൊരു പാസ്റ്ററാണ്. എനിക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ഞാൻ അന്വേഷിക്കുകയാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, വളരെ സന്തോഷം പാസ്റ്ററെ, നമുക്ക് ഒന്നിച്ചിവിടെ ആരാധിക്കാം, നമുക്ക് ഒന്നിച്ച് ശുശ്രൂഷിക്കാം, പാസ്റ്റർ കടന്നു വരണം എന്നോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് വരെ ഞാൻ പറയട്ടെ ദൈവമക്കളെ, എനിക്കവിടെ ഒരു ആരാധനയ്ക്കും പോകുവാൻ കഴിഞ്ഞിട്ടില്ല. നല്ല ദൈവദാസൻ്റെ നല്ലൊരു സ്നേഹിതനാണ്. ആ സഭയിൽ പലപ്പോഴും ഹല്ലേലൂയ ഞങ്ങളുടെ സ്നാന ശുശ്രൂഷ നടത്തുവാൻ, അതുപോലെ ഹല്ലേലൂയ കൺവെൻഷൻ നടത്തുവാനൊക്കെ അവരുടെ ആലയം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങൾ ആലയം വാങ്ങുന്നതിന് മുമ്പേ. എന്നാൽ ഹല്ലേലൂയ ഞാൻ പറയാം, സ്തോത്രം, പിറ്റേ ആഴ്ച മുതൽ ഞാൻ അവിടെ പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു സഹോദരൻ സ്തോത്രം, അദ്ദേഹം മാത്രമേ ഒരു വിശ്വാസിയായി ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഞാൻ ചെന്ന സമയം മുതൽ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ വരുന്നയാൾ. അദ്ദേഹം എന്നോട് ഒന്ന് ചോദിച്ചു, പാസ്റ്ററെ, ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ കൂടി ഇങ്ങനെ പോകാനാണോ പാസ്റ്റർ ആഗ്രഹിക്കുന്നത്? അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത്. ദൈവം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമായി എനിക്ക് തോന്നി. സ്തോത്രം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ആരാധന തുടങ്ങിയാണെങ്കിൽ പാസ്റ്ററെ, ഒരു മാസം ഞാൻ ഈ പട്ടണത്തിലുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യും, ഞാൻ ഒരു മാസം പാസ്റ്റർ കൂടെ കാണും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ടു. ഞാൻ പറഞ്ഞു, ഈ സൺഡേ മുതൽ ഇവിടെ ആരാധന ആരംഭിക്കുകയാണ്. എൻ്റെ ഭവനത്തിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങൾ ഒന്നിച്ച് ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാനിടയായി. ഇന്ന് വരെയും ആരാധന മുടങ്ങിയിട്ടില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളുകൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഞാൻ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഹല്ലേലൂയ, ഇങ്ങനെ എത്ര നാൾ പോകും? ഒരു പ്രോഗ്രസ് ഇല്ലല്ലോ. ഒരു സൺഡേയിൽ സ്തോത്രം ആരാധന ക്രമീകരണം ചെയ്യും മുമ്പേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിന്ന് മൂവ് ചെയ്യണമോ, അത് ഇവിടെ തന്നെ നിൽക്കണമോ? ഇവിടെ നിൽക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഇന്ന് ഞാൻ അറിയാത്ത ഒരു കുടുംബം എൻ്റെ ഹല്ലേലൂയ സഭയിൽ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് കടന്നു വരണം. അവരെന്നെ വിളിച്ചിട്ട് കടന്നു വരണം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ ഞാൻ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കുടുംബം എന്നെ വിളിച്ചു, ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ദൈവനോട് പറഞ്ഞു, പാസ്റ്ററെ, അവിടെ പ്രാർത്ഥനയുണ്ടെന്ന് കേട്ടു, വരുവാൻ ആഗ്രഹിക്കുന്നു. മർത്തോമക്കാരൻ സഹോദരനാണ്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ക്നാനായ കത്തോലിക്ക സഹോദരൻ എന്നെ വിളിച്ചു, പാസ്റ്ററെ, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് കേട്ടു, വരാൻ താല്പര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കി, അവർ 2 കുടുംബം ഇവിടെ കടന്നു വന്നു. ഞാൻ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം എനിക്ക് അടയാളം തന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ആ ക്നാനായ കത്തോലിക്ക കുടുംബം സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അനേകരെ ഇവിടെ സ്നാനപ്പെടുത്തുവാൻ ദൈവം കൃപ തന്നു. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.